297 വർഷങ്ങൾക്ക് മുൻപ് 1727 സൗദിയിലെ റിയാദിലുള്ള ദിരിയ ആസ്ഥാനമായിക്കൊണ്ട് ആദ്യ സൗദി രാഷ്ട്രം രൂപീകരിച്ചതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഫൗണ്ടേഷൻ ഡേ. ഫെബ്രുവരി 22-നാണ് ഈ ദിനം ആഘോഷിക്കുന്നത്. സൗദിയിൽ കഴിഞ്ഞുപോയ രാജഭരണകാലങ്ങൾ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഫൗണ്ടേഷൻ ഡേ. അതിൻ്റെ വിശദമായ ചരിത്രമാണ് പറയുന്നത്. 1727 ഇമാം മുഹമ്മദ് ബിൻ സൗദാണ് ആദ്യത്തെ സൗദി രാഷ്ട്രം സ്ഥാപിച്ചത്. അതായത് ഹിജറ വർഷം 1139. സൗദിയിലെ റിയാദിലെ ദിരിയ ആസ്ഥാനമായിട്ടായിരുന്നു ഈ കുഞ്ഞു രാജ്യം. ഇപ്പോഴത്തെ ഭരണാധികാരി സൽമാൻ രാജാവിന്റെ 5ാം പിതാമഹനാണ് ഇമാം മുഹമ്മദ് ബിൻ സൗദ്. 1687 മുതൽ 1765 വരെയായിരുന്നു ആ കാലഘട്ടം. അതിന്റെ ഓർമ്മ പുതുക്കുകയാണ് സ്ഥാപക ദിനം അഥവാ ഫൗണ്ടേഷൻ ഡേയിലൂടെ രാജ്യം. ഒരാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന പരിപാടികൾ ഇതിന്റെ ഭാഗമായുണ്ട്. ആദ്യ സൗദി രാഷ്ട്രം രൂപം കൊണ്ട ദിരിയയിൽ പ്രത്യേക പരിപാടികളുമുണ്ട്. 5ാം നൂറ്റാണ്ട് മുതലുള്ള രാജ്യത്തിന്റെ തുടക്കത്തിന്റെ വേരുകൾ പറയുന്നുണ്ട് സൗദി അറേബ്യ. അതിങ്ങനെയാണ്: 5ാം നൂറ്റാണ്ടിൽ സൗദിയിലെ റിയാദിൽ ഇന്നുള്ള അൽ യമാമയിലാണ് ബനു ഹനീഫ ഗോത്രം എത്തുന്നത്. അറബ് മേഖലയിൽ അന്നുണ്ടായിരുന്ന പ്രമുഖ ഗോത്രങ്ങളിൽ ഒന്ന്. റിയാദിലെ ഒരു വാദി അഥവാ താഴ്വാരത്തിനരികിൽ ആ ജനത താമസം തുടങ്ങി. ആ പ്രദേശമാണ് പിൽക്കാലത്ത് ബനു ഹനീഫക്കാർ താമസിച്ച എന്നർത്ഥമുള്ള വാദി ഹനീഫ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അന്ന് റിയാദ് ഉൾപ്പെടുന്ന മേഖല നജിദ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇന്നും വെള്ളമൊഴുകുന്ന താഴ്വാരമാണ് വാദി ഹനീഫ. അവിടെ ആ ജനത പതിയെ വളർന്നു. ഇന്നും ആ ജനതയുടെ പഴയ കൊട്ടാരവും കോട്ടകളും ഇവിടെ കാണാം. ആറാം നൂറ്റാണ്ടോടെ അറബ് മേഖലയിലാകെ ഇസ്ലാം പടർന്നു പിടിച്ചു. ഒപ്പം നജിദും പൂർണ്ണമായി പ്രവാചകന്റെ വഴിയിലേക്ക് നീങ്ങി. അപ്പോഴേക്കും വാദി ഹനീഫയിൽ താമസിച്ച ഗോത്രവും വളർന്നിരുന്നു. ഇംഗ്ലീഷ് വർഷം 850 വരെ വാദി ഹനീഫയിൽ ആ ജനത തടസ്സങ്ങളൊന്നുമില്ലാതെ തുടർന്നു. കാലക്രമേണ പല ഏറ്റുമുട്ടലുകളും ഉണ്ടായി. ഈ ഗോത്രത്തിൽ പലരും ഇന്നത്തെ കുവൈത്ത്, ബഹ്റൈൻ എന്നീ ഭാഗങ്ങളിലേക്കും അക്കാലത്ത് തന്നെ പടർന്നിരുന്നു. വർഷം 850 ബനു ഹനീഫ ഗോത്രത്തിലെ മനിയബ്നു റാബി അൽ മുറൈദി അക്കാലത്തെ രാജകുമാരനാണ്. അദ്ദേഹം സൗദിയുടെ മധ്യഭാഗത്തേക്ക്, അതായത് ഇന്നത്തെ റിയാദിലേക്ക് എത്തി. അദ്ദേഹമാണ് ആദ്യമായി ദിരിയ എന്ന പേരിൽ ഒരു ചെറിയ പട്ടണം സൃഷ്ടിക്കുന്നത്. വാദി ഹനീഫയുടെ ഒരറ്റത്തായിരുന്നു ദിരിയ. കിഴക്കൻ പ്രവിശ്യയിലെ കത്തീഫിലായിരുന്നു അന്നുവരെ ബനു ഹനീഫ ഗോത്രത്തിലെ മനിയബ്നു റാബി താമസിച്ചത്. ഇന്നത്തെ റിയാദിലെത്തി ഗസൈബ, അൽ മുലൈബീദ് എന്നീ പ്രദേശങ്ങൾ ചേർത്താണ് ദിരിയ എന്ന പട്ടണം സൃഷ്ടിക്കുന്നത്. ആദ്യത്തെ സൗദി സ്റ്റേറ്റിന്റെ തുടക്കമായി അതിനെ സൗദി വിശേഷിപ്പിക്കുന്നു. 280 വർഷത്തോളം മനിയബ്നു റാബിയുടെ മക്കളും പേരക്കിടാങ്ങളും ദിരിയ ഭരിച്ചു. ഇതിനിടയിൽ ഈ ഗോത്രത്തെ തുർക്കി ഖിലാഫത്ത് കാലം വരെ പലരും എത്തുകയും യുദ്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റുമുട്ടലിനൊടുവിൽ അവരത് തിരിച്ചു പിടിക്കുകയും ചെയ്തു. ഒടുവിൽ 1727 അതായത് ഹിജ്റ വർഷം 1139 ഇമാം മുഹമ്മദ് ബിൻ സൗദ് ദിരിയയിലെ രാജാവാകുന്നത്. സൗദി കുടുംബത്തിന്റെ സൗദി അറേബ്യ എന്ന രാജ്യത്തിന്റെ തുടക്കം. 1679 ആദ്യ സൗദി സ്റ്റേറ്റ് സ്ഥാപിച്ച ഇമാം മുഹമ്മദ് ബിൻ സൗദ് ബിൻ മുഹമ്മദ് ബിൻ മുഖിരിന്റെ ജനനം. നജിദിന്റെ ഭൂമിശാസ്ത്രവും ഭരണരീതിയും നേരത്തെ അറിയാവുന്ന രാജാവ്. അദ്ദേഹത്തിന് കീഴിലാണ് മേഖലയിലെ ഗോത്രങ്ങളെ ചേർത്ത് പിടിച്ചും മക്കയിലേക്കുള്ള പാതകൾ നവീകരിച്ചും ഭരണം തുടരുന്നത്. ദിരിയയിൽ ഇന്ന് കാണുന്ന മൺകൊട്ടാരവും അതിനു ചുറ്റുമുള്ള കോട്ടമതിലും നിർമ്മിച്ചത് അദ്ദേഹമാണ്. 1932 ആധുനിക സൗദി രാഷ്ട്രം രൂപീകരിക്കും വരെ വിവിധ രാജാക്കന്മാർക്ക് കീഴിൽ ദിരിയയിൽ ഭരണം തുടർന്നു. ആദ്യം അൽഹസയും പിന്നീട് നജിദ് പ്രദേശവും ശേഷം ഹായിലും പിന്നീട് മക്ക, മദീന ഉൾപ്പെടുന്ന ഹിജാസും പതിയെ സൗദിക്ക് കീഴിലേക്ക് മാറ്റി.
യമനോട് ചേർന്ന് നിന്നിരുന്ന പല പ്രദേശങ്ങളും സൗദി ഭരണകൂടത്തിന് ബൈഅത്ത് അഥവാ പിന്തുണ പ്രഖ്യാപിച്ചതോടെ മേഖലയിലെ ഏറ്റവും വലിയ രാജ്യമായി സൗദി മാറി. ഇതിന്റെ ഓർമ്മ പുതുക്കൽ കൂടിയാണ് സൗദി സ്ഥാപക ദിനം. ആദ്യ സൗദി രാജ്യത്തിന് പിന്നാലെ വീണ്ടും ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുന്നുണ്ട്. ഒടുവിൽ ആധുനിക സൗദി രാഷ്ട്രം 1930കളിൽ പിറന്നതോടെ വിവിധ രാജഭരണങ്ങൾക്കാണ് സൗദി സാക്ഷ്യം വഹിച്ചത്. നിലവിലെ ഭരണാധികാരിയായ സൽമാൻ രാജാവിന് മുൻപ് 6 രാജാക്കന്മാരാണ് സൗദി അറേബ്യ ഭരിച്ചിട്ടുള്ളത്. അതായത് 1930കളിൽ ആധുനിക സൗദി രാഷ്ട്രം രൂപീകരിച്ചതിന്റെ ശേഷം. മൺമറഞ്ഞു പോയ 6 രാജാക്കന്മാരുടെ ചരിത്രം. അത് സൗദി അറേബ്യ എന്ന രാജ്യത്തിന്റെ 6 നാഴികക്കല്ലുകളാണ്. 1932 മുതൽ 21 വർഷം നീണ്ട് 1953 വരെ ഭരിച്ച അബ്ദുൽ അസീസ് രാജാവിൽ നിന്ന് തുടങ്ങുന്നു ആധുനിക സൗദിയുടെ ചരിത്രം. സൗദി അറേബ്യയുടെ ആധുനിക സ്ഥാപകൻ, ആദ്യ രാജാവ്, രാഷ്ട്രപിതാവ് എന്നെല്ലാം അദ്ദേഹം അറിയപ്പെടുന്നു. 1953 അബ്ദുൽ അസീസ് രാജാവിന്റെ മരണം. അബ്ദുൽ അസീസ് രാജാവിന്റെ മരണത്തെ തുടർന്ന് രണ്ടാമത്തെ മകനായ സൗദ് ഭരണമേറ്റെടുത്തു. മന്ത്രിസഭ രൂപീകരിച്ച അദ്ദേഹം ആരോഗ്യം, വിദ്യാഭ്യാസം, വാണിജ്യം എന്നിങ്ങനെ പ്രത്യേകം വകുപ്പുകൾ ഉണ്ടാക്കി. രാജ്യത്തുടനീളം സ്കൂളുകളും സർവകലാശാലകളും സ്ഥാപിച്ചു. US ആദ്യമായി സന്ദർശനം നടത്തിയ ആദ്യ സൗദി ഭരണാധികാരി കൂടിയാണ് അദ്ദേഹം. 1962 ആദ്യമായി അന്താരാഷ്ട്ര ഇസ്ലാമിക സമ്മേളനം വിളിച്ചുകൂട്ടി മക്ക ആസ്ഥാനമായി മുസ്ലിം വേൾഡ് ലീഗ് എന്ന സംഘടനയ്ക്കും രൂപം നൽകി. 11 വർഷം നീണ്ട സൗദി രാജാവിന്റെ ഭരണം അവസാനിപ്പിച്ചത് 1964 സഹോദരൻ ഫൈസൽ ഭരണമേറ്റപ്പോഴാണ്. ഇന്ത്യയുമായി വിവിധ സന്ദർശനങ്ങളിലൂടെയുള്ള ബന്ധം അദ്ദേഹത്തിന്റെ കാലം മുതലേ ഉണ്ട്. 1964 മുതൽ ഭരിച്ച ഫൈസൽ രാജാവിന്റെ കാലത്താണ് സൗദി അറേബ്യ ഏറ്റവും മികച്ച് കുതിച്ചത്. റോഡുകൾ, വ്യവസായശാലകൾ തുടങ്ങി സൗദി അതിവേഗത്തിൽ അക്കാലത്ത് വളർന്നു. പെൺകുട്ടികൾക്ക് വ്യാപകമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉയർന്നു. 1966 അടിമത്തം നിരോധിച്ചു. 1971 56 ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മ അഥവാ OICക്ക് രൂപം നൽകി. മക്ക, മദീനയുൾപ്പെടെ രാജ്യത്തെ പള്ളികൾ വികസിപ്പിക്കപ്പെട്ട സുപ്രധാന കാലഘട്ടമാണത്. 1973 എണ്ണ കയറ്റുമതി നിരോധത്തിലൂടെ പാശ്ചാത്യ രാജ്യങ്ങളെ വിറപ്പിച്ചത് ഫൈസൽ രാജാവാണ്. ഫലസ്തീനെതിരെ ഇസ്രായേലിനെ പിന്തുണച്ച രാജ്യങ്ങൾക്കുള്ള പെട്രോൾ വിതരണം അദ്ദേഹം നിർത്തി. 300 ഇരട്ടിയോളമാണ് അന്ന് എണ്ണവില ഉയർന്നത്. ഈ ഒരൊറ്റ നടപടിയിലൂടെ ഇസ്ലാമിക ലോകത്തെ പ്രിയമേറിയ ഭരണാധികാരിയായി അദ്ദേഹം മാറി. കർശനമായ ഈ നിലപാടിന് പിന്നാലെ 1974 ടൈം മാഗസിന്റെ മാൻ ഓഫ് ദ ഇയർ ആയിരുന്നു ഫൈസൽ രാജാവ്. US നിന്നും മടങ്ങിയെത്തിയ അർദ്ധ സഹോദരൻ 1975 മാർച്ച് 25 അദ്ദേഹത്തെ വെടിവെച്ചു കൊന്നു. ഫൈസൽ രാജാവിന്റെ പിൻഗാമിയായി എത്തുന്നത് സഹോദരൻ ഖാലിദ് രാജാവാണ്. ഫൈസൽ രാജാവിന്റെ പാത അദ്ദേഹം തുടർന്നു. രാജ്യത്തിന്റെ എല്ലാ മേഖലകളിലും വളർച്ചയെത്തിയ വർഷം. പേർഷ്യൻ ഗൾഫിന്റെ തീരത്തുള്ള 6 രാജ്യങ്ങളുടെ കൂട്ടായ്മയായ GCC കൗൺസിലിന്റെ സ്ഥാപകൻ കൂടിയാണ് അദ്ദേഹം. സമാധാനവും സഹകരണവും നടപ്പാക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള ഐക്യരാഷ്ട്രസഭ നൽകുന്ന സ്വർണ്ണ മെഡലിന് ഖാലിദ് അർഹനായിട്ടുണ്ട്. 1975 മുതൽ 82 വരെ നീണ്ട 7 വർഷമായിരുന്നു ഭരണം. മക്ക, മദീന ഉൾപ്പെടുന്ന ഇരുഹറം കാര്യാലയ സേവകൻ എന്ന വിശേഷണം ആദ്യമായി സ്വീകരിച്ച ഭരണാധികാരിയായിരുന്നു 1982 അധികാരമേറ്റ ഫഹദ് രാജാവ്. $9 കോടി ആയുധ കരാർ ഉൾപ്പെടെ പ്രതിരോധ മേഖലയിൽ സൗദി കരുത്താർജിച്ച വർഷം. കുവൈത്തിന്റെ മോചനത്തിനായി അമേരിക്കൻ സഖ്യസേനയ്ക്ക് സൗദിയിൽ ആദ്യമായി താവളമൊരുക്കിയ തന്ത്രപ്രധാന തീരുമാനമെടുത്തത് അദ്ദേഹമാണ്. ലക്ഷക്കണക്കിന് വരുന്ന തീർത്ഥാടകർക്കായി ഹറം വികസന, വിമാനത്താവള വികസന പദ്ധതിക്ക് തുടക്കമായതും ഈ കാലയളവിലാണ്. 2005 ന്യൂമോണിയയെ തുടർന്ന് 23 വർഷം നീണ്ട ഭരണത്തിൽ നിന്നും അദ്ദേഹം വിടവാങ്ങി.
2005 ഓഗസ്റ്റ് 1 രാജാവായി അബ്ദുള്ള സ്ഥാനമേറ്റത്. സ്ത്രീ ശാക്തീകരണത്തിന്റെ തുടക്കമായിരുന്നു അത്. ഷൂറയിൽ വനിതകൾക്ക് പ്രാതിനിധ്യം, പെൺകുട്ടികൾക്ക് വിദേശത്ത് പഠിക്കാൻ അനവധി സ്കോളർഷിപ്പുകൾ. കണക്കുകൾ പ്രകാരം അറബ് രാഷ്ട്ര നേതാക്കളിൽ ഏറ്റവും ജനപ്രിയനായ ഭരണാധികാരിയായിരുന്നു അബ്ദുള്ള രാജാവ്. ഫലസ്തീൻ ഉൾപ്പെടെ അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ശക്തമായ നിലപാടുള്ള വ്യക്തി. രാജ്യത്ത് ഏറ്റവും കൂടുതൽ പ്രവാസികളെത്തിയ വർഷങ്ങൾ കൂടിയാണ് അത്. പ്രവാസികളുടെ സുവർണ കാലഘട്ടം. ഇന്ത്യയുമായി മികച്ച ബന്ധം പുലർത്തിയ രാജാവ്. 2015 ജനുവരി 23 അദ്ദേഹത്തിന്റെ മരണം. സൗദിയുടെ സുപ്രധാനമായ ഈ 6 കാലഘട്ടം പിന്നിട്ടാണ് ഭരണം ഇന്നത്തെ ഭരണാധികാരിയായ സൽമാൻ രാജാവിലേക്ക് എത്തുന്നത്. സൗദി അറേബ്യയുടെ സ്ഥാപകൻ അബ്ദുൽ അസീസ് അൽ സൗദിന്റെ മകനാണ് നിലവിലെ ഭരണാധികാരി സൽമാൻ രാജാവ്. ലോകശ്രദ്ധ നേടുന്ന വിധം സൗദിയെ വളർത്തിയെടുത്തത് ഇദ്ദേഹത്തിന്റെ ഭരണകാലത്താണ്. സ്ഥാപക ദിനം സൗദി ആഘോഷിക്കാൻ ഒരുങ്ങുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിലെ മികവ് കൂടിയാണ് ആഘോഷിക്കപ്പെടുന്നത്. 1935 ഡിസംബർ 31 റിയാദിലാണ് സൽമാൻ രാജാവിന്റെ ജനനം. ഹസ്സ ബിൻത് അഹ്മദ് അൽ സുദൈരിയാണ് മാതാവ്. റിയാദിലെ കൊട്ടാരത്തിൽ വളർന്ന് ചെറുപ്പകാലം മുതലേ പിതാവിനൊപ്പം ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുത്തു പോന്നു. പ്രാഥമിക വിദ്യാഭ്യാസം റിയാദിലായിരുന്നു. 10ാമത്തെ വയസ്സിൽ ഖുർആൻ മനഃപ്പാഠമാക്കി. 19ാമത്തെ വയസ്സിൽ 1954 മാർച്ച് 16 സൗദി തലസ്ഥാനമായ റിയാദിന്റെ ഉപഗവർണർ. 9 വർഷം കഴിഞ്ഞ് ഫെബ്രുവരി 5 റിയാദ് ഗവർണർ. 1963 മുതൽ അദ്ദേഹം റിയാദ് ഭരിച്ചത് 48 വർഷമാണ്. ഈ ഭരണകാലത്താണ് റിയാദ് രാജ്യത്തെ ഏറ്റവും വലിയ പ്രവിശ്യയായി വളരുന്നത്. മണൽപ്പൊടി പാറുന്ന ചെറുവാഹനങ്ങൾ മാത്രമുണ്ടായിരുന്ന റിയാദിന്റെ മെട്രോ വരെ നീളുന്ന അത്യാധുനിക പദ്ധതികൾക്ക് പിന്നിലെ ചുക്കാൻ പിടിച്ചത് സൽമാനായിരുന്നു. 2011 നവംബറിൽ പ്രതിരോധ മന്ത്രിയായി സ്ഥാനക്കയറ്റം. കര, നാവിക, വ്യോമസേനയുടെ വളർച്ച കൈവരിക്കുന്നതും സൗദി ഇക്കാലത്താണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈനികാഭ്യാസം സൗദി സംഘടിപ്പിച്ചതും ഇക്കാലത്ത് തന്നെ. 2013 സൗദിയുടെ പ്രതിരോധ ചെലവ് $67 ബില്യൺ മേഖലയിലെ സൈനിക ശക്തിയിൽ 4ാമതായി. 2014 ഇറാഖിലും സിറിയയിലും IS-നെതിരായ സൈനിക നീക്കത്തിലും സൗദി ഭാഗമായിട്ടുണ്ട്. 2012 സഹോദരൻ നായിഫ് ബിൻ അബ്ദുൽ അസീസിന്റെ മരണം. അതോടെ കിരീടാവകാശി. അബ്ദുള്ള രാജാവിന്റെ മരണത്തോടെ 2015 സൗദി രാജാവായി ഉയർന്നു. 2015 ജനുവരി 23 സൗദി ഭരണാധികാരിയായി ചുമതലയേൽക്കുമ്പോൾ പ്രായം 79. അധികാരമേറ്റ് ജനുവരി 3 മന്ത്രിസഭ അഴിച്ചുപണി. വിദ്യാർത്ഥികൾക്കും സൈനികർക്കും പെൻഷൻകാർക്കും പ്രത്യേക ബോണസുകൾ. പിന്നീട് അധികാരത്തിൽ സുതാര്യത കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ. സർക്കാർ സെക്രട്ടറിമാരുടെ എണ്ണം 12 നിന്ന് 2 ചുരുക്കി. 2011 അറബ് വസന്ത ഉയർത്തെഴുന്നേൽപ്പിനെ തുടർന്നാണ് യമനിൽ ആഭ്യന്തര കലഹങ്ങൾക്കും പിന്നാലെ യുദ്ധത്തിനും തുടക്കമാകുന്നത്. 2015 മാർച്ചിൽ യമനിലെ ആഭ്യന്തര യുദ്ധത്തിൽ സൗദി ഇടപെട്ടു. സൗദിയുടെ വിവിധ അതിർത്തികളിൽ ഹൂത്തികൾ നടത്തുന്ന സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു നടപടി. യമനിൽ ഹൂത്തികൾ വിവിധ കേന്ദ്രങ്ങൾ പിടിച്ചെടുത്തു. ഇവരെ ലക്ഷ്യം വെച്ച് 1990-91 ഗൾഫ് യുദ്ധത്തിന് ശേഷം അന്ന് ആദ്യമായി സൗദി ഒരു അയൽ രാജ്യത്ത് ആക്രമണം തുടങ്ങി. ഖത്തറും UAE ഉൾപ്പെടെ 14 രാജ്യങ്ങളുടെ പിന്തുണയോടെയായിരുന്നു ഇത്. പിന്നീട് പലതവണ സൗദിക്ക് നേരെയും ആക്രമണം നടന്നു. നിലവിൽ സമാധാന ശ്രമങ്ങളുടെ ഭാഗമായി യമനിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് യമന് സാമ്പത്തിക പിന്തുണ നൽകി പുനർനിർമ്മാണത്തിലാണ് സൗദി അറേബ്യ. 2015 കിങ് സൽമാൻ റിലീഫ് ഹ്യൂമാനിറ്റേറിയൻ കേന്ദ്രം സ്ഥാപിച്ചത് പ്രധാന വഴിത്തിരിവാണ്. ചൈനയിലെ റോഹിംഗ്യകൾക്കും ലോകത്തിന്റെ വിവിധ ദേശങ്ങളിലെ മുസ്ലിം സമൂഹത്തിനും സൗദി സാമ്പത്തിക സഹായം ഇപ്പോഴും തുടരുന്നുണ്ട്. ഫലസ്തീൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സൗദി പരമ്പരാഗത നിലപാടിൽ ഉറച്ചുനിന്നതും ഇദ്ദേഹത്തിന്റെ കാലത്ത് കണ്ടു. കൂടെയുള്ള അറബ് രാജ്യങ്ങളിൽ ചിലത് ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചപ്പോഴും സൗദി പഴയ നിലപാടിൽ ഉറച്ചുനിന്നു. 1967 അതിർത്തികളോടെ ജെറുസലേം ആസ്ഥാനമായുള്ള ഫലസ്തീൻ രാഷ്ട്രം പിറക്കാതെ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധമുണ്ടാകില്ലെന്ന് സൗദി അന്നേ ആവർത്തിച്ചിട്ടുണ്ട്. ഫലസ്തീൻ അഭയാർത്ഥി ഏജൻസിക്കുള്ള സഹായം അമേരിക്കയിലെ ട്രംപ് ഭരണകൂടം പിൻവലിച്ചപ്പോൾ അത് നികത്താൻ പണം സമാഹരിച്ചത് സൽമാൻ രാജാവിന്റെ നേതൃത്വത്തിലാണ്. ഇപ്പോൾ ഗസയുടെ പുനർനിർമ്മാണത്തിന് പ്ലാനൊരുക്കുന്നതിലും സൗദി നേതൃത്വം നൽകുന്നു.
US ഉൾപ്പെടെ രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തമായി തുടർന്ന ഭരണകാലയളവാണ് ഇദ്ദേഹത്തിൻ്റെത്. US പ്രസിഡന്റായിരുന്ന ഡൊണാൾഡ് ട്രംപിന്റെ വരവോടെ സൗദി US ബന്ധം അതിശക്തമായി. പിന്നാലെ എത്തിയ ജോ ബൈഡൻ വിവിധ വിഷയങ്ങളിൽ സൗദിയുമായി ഇടഞ്ഞു. ഇതോടെ റഷ്യ, ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ അടുപ്പിച്ചു നിർത്തുന്ന അടവ് നയങ്ങൾക്കും സൗദി സാക്ഷ്യം വഹിച്ചു. G20 ഉച്ചകോടി ഉൾപ്പെടെ വിവിധ അന്താരാഷ്ട്ര ഉച്ചകോടികൾക്കും സൗദി സാക്ഷിയായി. ഇന്ത്യയുമായി മികച്ച ബന്ധം തുടർന്ന അദ്ദേഹം ഇന്ത്യയിലേക്ക് നേരിട്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. വനിതകളുടെ മുന്നേറ്റത്തിന് സൗദി സാക്ഷ്യം വഹിച്ച കഴിഞ്ഞ 5 വർഷങ്ങൾ സൽമാൻ രാജാവിന്റെ ഭരണത്തിലെ സുപ്രധാന ഏടാണ്. 2017 വാഹനം ഓടിക്കാൻ അനുമതി, വിദേശയാത്രക്ക് പെൺകുട്ടികൾക്ക് പിതാവിന്റെ സമ്മതം വേണമെന്ന ചട്ടം നീക്കൽ, രാജ്യത്തെ എല്ലാ ജോലികളിലും ഭരണതലത്തിലും പ്രാതിനിധ്യം വർദ്ധിപ്പിക്കൽ, വനിതകളുടെ സ്വാതന്ത്ര്യം, അവകാശം എന്നിവ വകവെച്ചു കൊടുക്കുന്ന നിയമവും കർശനമാക്കി. രാജ്യത്ത് മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കലും ചാട്ടവാറടി നിരോധിച്ചതും ഈ കാലയളവിലാണ്. സൗദി ജനതയുടെ 70% ചെറുപ്പക്കാരാണ്. അതാണ് സൗദിയുടെ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്ന്. ആധുനിക സാങ്കേതിക വിദ്യകൾ അതിവേഗത്തിൽ രാജ്യത്തിന് സ്വീകരിക്കാൻ കഴിയുന്നതും ഇതിനാലാണ്. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ പ്രായം വെറും 39 ആണ്. സൗദി ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി. 3 പതിറ്റാണ്ട് നീളുന്ന സ്ഥാപക ദിനം സൗദി ആഘോഷിക്കുമ്പോൾ വരാനിരിക്കുന്ന പ്രത്യാശയുടെ വിശാല ആകാശം മുന്നിലുണ്ട്. അത് പാടി പറയുകയാണ് സ്ഥാപക ദിനം. ഇന്ത്യ ഉൾപ്പെടെ വിവിധ ഏഷ്യൻ രാജ്യങ്ങളുമായി മികച്ച സഹകരണം സൗദി പ്രതീക്ഷിക്കുന്നുണ്ട്. ലോകകപ്പും ഏഷ്യൻ കപ്പും വിന്റർ ഒളിമ്പിക്സും എല്ലാം ഉൾപ്പെടെ കായിക മാമാങ്കങ്ങളുടെ പെരുന്നാൾ കാലമാണ് വരാനിരിക്കുന്നത്. എക്സ്പോ ഉൾപ്പെടെ സൗദിയുടെ ചിത്രം മാറ്റുന്ന ഇവന്റുകൾ എല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്ന ചെറുപ്പക്കാരാൽ നിറഞ്ഞ ജനത. സൗദിയുടെ മുന്നിലുള്ള വഴികളിൽ പ്രവാസികൾക്കും പ്രത്യാശിക്കാം. എല്ലാത്തിന്റെയും ആഘോഷം കൂടിയാണ് സൗദിയുടെ സ്ഥാപക ദിനം.